നാരായണ. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദദാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. വാത്മീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോസ്സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലിസമ്പുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാത്മീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോഭദ്രവം സംസാരം സ വിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയദ്വം. വാത്മീകിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസീ ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീദ സാക്ഷാദ് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ. മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.
ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. സുന്ദരകാന്ഡം നമ്മുടെ പാരായണവും വിവർത്തനവും കർക്കിടക മാസത്തിൽ ആരംഭിച്ചത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 30ാമത്തെ എപ്പിസോഡാണ്. 55ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആകെ 68 സർഗമാണുള്ളത്. അതിൽ 54 സർഗം ഇന്നലെ വരെ കഴിഞ്ഞു. ഇന്ന് 55ാം സർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നലെ കണ്ട ഭാഗം ലങ്കാദഹനം. ആഞ്ജനേയസ്വാമിയുടെ വാലിന് തീ കൊളുത്തിക്കൊണ്ട് രാക്ഷസന്മാർ ലങ്കാപുരം മുഴുവൻ കൊണ്ടു നടന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ആഞ്ജനേയസ്വാമി അവരുടെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെയാണ് മുക്തനായത് എന്ന് 53ാം സർഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. സ്വയം ആദ്യം ഒന്ന് വലുതായി, പിന്നെ പെട്ടെന്ന് ചെറുതായി കയറിൽ നിന്ന് ഊരിപ്പോന്നു. അങ്ങനെ തോരണത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ തന്നെ വഹിച്ചിരുന്ന വാഹകന്മാരായ രാക്ഷസന്മാരെയൊക്കെ വധിച്ച് പിന്നീട് ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, വന്ന കാര്യമൊക്കെ അത് ഗംഭീരമായി, ദൗത്യം പൂർണ്ണം. എന്നാലും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ടാവുമോ? ഈ ദൗത്യത്തിന് കൂടുതൽ പ്രയോജനമുണ്ടാകുമോ എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ ലങ്കേശ്വരനായ രാവണൻ്റെ ആ കോട്ടകളൊക്കെ ഒന്ന് തകർത്ത് വെച്ചാൽ അടുത്ത രാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരന്മാരും ഒക്കെ വരുമ്പോൾ യുദ്ധത്തിന് വളരെ സൗകര്യമായിരിക്കും. അതുകൂടാതെ ലങ്കേശ്വരൻ്റെ ഉള്ളിൽ ഭയത്തെ കൂടുതലായിട്ട് ജനിപ്പിക്കുകയും രാക്ഷസന്മാരുടെ ഇടയിൽ തന്നെ രാവണനോടുള്ള വിരോധം വർദ്ധിപ്പിക്കുകയും അവർ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും അങ്ങനെ പലതും സാധിക്കാം. സൈക്കോളജിക്കലായിട്ടുള്ളൊരു വലിയ ഒരു ഷോക്ക്, ഒരു അറ്റാക്ക്, ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് ആഞ്ജനേയസ്വാമി തീരുമാനിച്ചത്. അങ്ങനെ അത് നടപ്പിലാക്കാനായിക്കൊണ്ട് അദ്ദേഹം ഓരോ കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാടി 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 ഉയർന്ന മാളികകൾ നോക്കി നോക്കി അതിലൊക്കെ തീ കൊടുത്തു തുടങ്ങി. പ്രധാനമന്ത്രിയായ പ്രഹസ്തനിൽ നിന്ന് തുടങ്ങി മഹാപാർശ്വൻ മുതലായിട്ടുള്ള മന്ത്രിമാരുടെയും ഇന്ദ്രജിത്ത് മുതലായ പുത്രന്മാരുടെയും അങ്ങനെ എണ്ണി 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 പറഞ്ഞു. മകരാക്ഷനും ധൂമ്രാക്ഷനും വിരൂപാക്ഷനും ഒക്കെ അടക്കമുള്ളതായിട്ടുള്ള വലിയ സേനാനായകന്മാരുടെയും കുംഭകർണൻ്റെയും കുംഭകർണൻ്റെ പുത്രന്മാരുടെയും എല്ലാ ഗൃഹങ്ങളും എല്ലാറ്റിനും തീ കൊടുത്ത ശേഷം അവസാനം രാവണൻ്റെ ഉയർന്നു നിൽക്കുന്ന കൈലാസം പോലെ നിൽക്കുന്നതായിട്ടുള്ള ആ മാളിക കണ്ടപ്പോൾ അതിലേക്ക് കുതിച്ച് ചാടി അതിനും കൂടി തീ വെച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. ഒരു വലിയൊരു അട്ടഹാസം ചെയ്തു, തൻ്റെ വിജയം ആഘോഷിച്ചു എന്ന് കണ്ടു. അങ്ങനെ രാവണൻ്റെ ലങ്കയ്ക്കും രാവണൻ്റെ എന്താ പറയുക വാസസ്ഥാനത്തിനും തീ കൊടുത്ത് ആ ലങ്കയെ മുഴുവൻ വനങ്ങളും ഉപവനങ്ങളും എല്ലാം തീ കൊടുത്ത് എല്ലാം വെന്ത് ദഹിക്കുകയാണ്. ഓരോരുത്തരും രാക്ഷസന്മാർ അവരവരുടെ ഗൃഹങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരാജയപ്പെട്ട് പിന്നീട് എല്ലാവരും കൂടി രാവണനെക്കുറിച്ച് ശപിക്കാനും രാവണൻ്റെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ഇന്നവരൊക്കെ ശപിച്ചതൊക്കെ ഇപ്പോൾ ബലിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് മുതൽക്ക് ഉണ്ടായിട്ടുള്ള ശാപങ്ങളെല്ലാം ഇതാ ബലിക്കാൻ തുടങ്ങി. നമ്മുടെ രാക്ഷസ വംശത്തെ മുടിക്കാൻ വന്ന കാലൻ തന്നെയാണിതാ ഈ വാനര രൂപത്തിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സാക്ഷാൽ അഗ്നി തന്നെ നമ്മളെ ദഹിപ്പിക്കാൻ ഈ വാനരൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നിങ്ങനെ അഷ്ടദിക്പാലകന്മാരെയും
ത്രിമൂർത്തികളെയും ഒക്കെ ഈ ഹനുമാൻ സ്വാമിയിൽ കാണുകയാണ് ഓരോരുത്തരും. അങ്ങനെ പരസ്പരം ആവലാദികൾ പറഞ്ഞുകൊണ്ട് നിസ്സഹായരായി അവരവരുടെ ഗൃഹങ്ങൾ കത്തുന്നത് നോക്കി നിൽക്കാനല്ലാതെ വേറൊന്നിനും അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള എന്താ പറയുക, ലങ്കയെ ഒരുവിധം നല്ലതുപോലെ കത്തിച്ചാമ്പലാക്കി കഴിഞ്ഞപ്പോൾ ആഞ്ജനേയസ്വാമിക്ക് സന്തോഷമായി. അദ്ദേഹം പിന്നീട് കടലിലേക്ക് തൻ്റെ വാലിനെ താഴ്ത്തി തീ കെടുത്തി എന്ന് പറഞ്ഞു. ആഞ്ജനേയസ്വാമിയുടെ ഈ പ്രവൃത്തി കണ്ട് ദേവന്മാരും മുനിപുങ്കവന്മാരും ഗന്ധർവ വിദ്യാധര നാഗയക്ഷന്മാരും സർവഭൂതങ്ങളും എല്ലാവരും പരമപ്രീതിയെ പ്രാപിച്ചു. എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും സ്തുതിച്ചു. മറ്റു പല ദുഷ്ടജന്തുക്കളൊക്കെ ഭയപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അവസാന ഭാഗത്ത് വർണ്ണിച്ചു. ആഞ്ജനേയസ്വാമി തൻ്റെ വാലിലെ തീ കെടുത്തി കഴിഞ്ഞ് ഒന്നുകൂടെ ലങ്കയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കാളലുണ്ടായി, ഒരു ആധിയുണ്ടായി. അല്ല, തൻ്റെ ആവേശം കൊണ്ട്, തൻ്റെ ഓവർ എന്തൂസിയാസം കൊണ്ട് താൻ വന്ന കാര്യം കെടുത്തി കളഞ്ഞുവോ? സീതാദേവിക്കും കൂട്ടത്തിൽ ആപത്ത് പിണഞ്ഞു കാണുമോ എന്നുള്ള ശങ്ക അദ്ദേഹത്തെ പിടികൂടുകയാണ്. അതാണ് ഈ 55-ാം സർഗത്തിലെ വിഷയം. ഹനുമൽ സന്ത്രാസഹ എന്ന് പറയാം ചുരുക്കിയിട്ട് ഈ വിഷയത്തെ. ഹനുമാന്റെ ഉള്ളിലുണ്ടാകുന്ന സന്ത്രാസം, വല്ലാത്തൊരു ഭയപ്പാട്. അദ്ദേഹം ഭയചകിതനായി പോവുകയാണ്. എന്തുകൊണ്ട്? സീതയ്ക്ക് ആപത്ത് പിണഞ്ഞു കാണുമോ എന്നുള്ള ചിന്ത. അതിനെയാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നത്. നോക്കാം. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. അത ശ്രീമദ് വാൽമീകീയേ രാമായണേ സുന്ദരകാണ്ഡേ പഞ്ചപഞ്ചാശത് സർഗഃ. സന്ദീപ്യമാനാം വിധ്വസ്താം ത്രസ്തരക്ഷോഗണാം പുരീം അവേക്ഷ്യ ഹനുമാൻ ലങ്കാം ചിന്തയാമാസ വാനരഃ. തസ്യാഭൂത് സുമഹാൻ ത്രാസഃ കുൽസാ ച ആത്മന്യജായത. ലങ്കാം പ്രദഹതാ കർമ്മ കിം സിത് കൃതമിദം മയാ. ധന്യാസ്തേ പുരുഷശ്രേഷ്ഠ യേ ബുദ്ധ്യാ കോപമുത്തിതം നിരുന്ധന്തി മഹാത്മാനോ ദീപ്തമഗ്നിമിവാംബസ. ക്രുദ്ധഃ പാപം ന കുര്യാത് കഃ ക്രുദ്ധോ ഹന്യാത് ഗുരൂനപി. ക്രുദ്ധഃ പരുഷയാ വാചാ നരഃ സാധൂൻ അധിക്ഷിപേത്. വാച്യാവാച്യം പ്രകുപിതോ ന വിജാനാതി കർഹിചിത്. നാകാര്യമസ്തി ക്രുദ്ധസ്യ നാവാച്യം വിദ്യതേ ക്വചിത്. യസ്സമുൽപതിതം ക്രോധം ക്ഷമയൈവ നിരസ്യതി. യതോരഗസ്ത്വചം ജീർണാം സ വൈ പുരുഷ ഉച്യത്തെ. ദിഗസ്തു മാം സുദുർബുദ്ധിം നിർലജ്ജം പാപകൃത്തമം അചിന്തയിത്വാ താം സീതാം അഗ്നിദം സ്വാമിഘാതകം. യദി ദഗ്ധാത്യം ലങ്ക നൂനമാര്യാപി ജാനകി. ദഗ്ധാ തേന മയാ ഭർത്തുഃ ഹതം കാര്യം അജാനത. യഥർത്ഥമയമാരംഭഃ തൽകാര്യമവസാദിതം മയാ ഹി ദഹതാ ലങ്കാം ന സീതാ പരിരക്ഷിത. ഈഷത് കാര്യമിദം കാര്യം കൃതമാസീന്ന സംശയഃ. തസ്യ ക്രോധാഭിഭൂതേന മയാ മൂലക്ഷയകൃതഃ. 34 ശ്ലോകമുണ്ട്. അതിലിപ്പോൾ 10 വായിച്ചു മതി. തുടരാം. നാരായണ. ഇപ്പോൾ ആഞ്ജനേയസ്വാമിയുടെ ഒരു വല്ലാത്തൊരു ഭയവും പശ്ചാത്താപവും അതിൽ നിന്നുണ്ടാവുന്ന ബോധോദയവും അദ്ദേഹത്തിൻ്റെ ആത്മഗതമായി കുറേ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊക്കെ പ്രയോജനമുള്ളതാണ്. അതുകൊണ്ടാണ് വാൽമീകി അതിനെ അവിടെ വിസ്തരിച്ച് അവതരിപ്പിച്ചത്. ആഞ്ജനേയസ്വാമി പറയുന്ന ഓരോ വാക്കുകളും ഓരോ ശ്ലോകവും
ഒരു എന്താ പറയുക, സുഭാഷിതം പോലെ എഴുതി വെക്കേണ്ടതാണ്. സുഭാഷിതം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് സുഭാഷിതങ്ങളായിട്ട് പിന്നീട് ആചാര്യന്മാർ എടുത്ത് വ്യാഖ്യാനിക്കുക. ഈ വാൽമീകി രാമായണത്തിൽ നിന്നാണ് ഏറ്റവും അധികം സുഭാഷിതങ്ങൾ എടുക്കപ്പെട്ടിട്ടുള്ളത്. എത്ര വേണമെങ്കിലും നമുക്ക് സുഭാഷിതങ്ങൾ, ഒരു സുഭാഷിത രത്നാകരമാണ് ഈ വാൽമീകി രാമായണം. ഒരു 10,000 സുഭാഷിതം വേണമെങ്കിൽ ഇതൊന്ന് തപ്പിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് എന്താ പറയുക, രത്നങ്ങളാണത്. അപ്പൊ രത്നാകരം തന്നെയാണ്, സുഭാഷിത രത്നാകരമാണ് വാൽമീകി രാമായണം. അപ്പൊ നമുക്ക് ഓരോന്ന് കാണാൻ നോക്കാലോ, എന്തൊക്കെയാണ് ആഞ്ജനേയസ്വാമി സ്വയം പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ തൻ്റെ ക്രോധം എന്നുള്ളതായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് ആഞ്ജനേയസ്വാമി വിചാരിക്കുന്ന കാര്യങ്ങൾ, നമുക്കൊക്കെ ക്രോധം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി പിടിക്കുകയാണ്. ക്രോധം വരുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് കാണില്ല, അല്ലേ? ക്രോധം വരുമ്പോൾ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പോയി നിന്ന് നോക്കുക, നമുക്ക് തന്നെ പേടിയാവും നമ്മളെ കാണാൻ. പക്ഷെ നമുക്ക് അതിന് തോന്നില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്കും വല്ലാത്തൊരു പശ്ചാത്താപം, ഇച്ഛാഭംഗം ഒക്കെ ഉണ്ടാവുക. അബദ്ധത്തിൽ പലതും പറഞ്ഞു പോകും, നമ്മൾ പലതും ചെയ്തു പോകും. നമ്മളെ ആളുകൾ വല്ലാതെ പ്രകോപിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ വായിൽ വരിക, എങ്ങനെയൊക്കെയാ പ്രവർത്തിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ നല്ലവരാണ്, നമ്മളെപ്പോലെ ലോകത്തിൽ നല്ലവരാരുമില്ല. പക്ഷേ നമ്മൾ നല്ലവരാണോന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ ഇങ്ങനെയുള്ള ക്രോധം വരുന്ന സമയങ്ങളാണ്, അല്ലേ? ക്ഷോഭിപ്പിക്കലും തെല്ലും ഇളകാ സാധുമാനസം, ചൂട്ടരിച്ചു പിടിച്ചീടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ എന്ന് നമ്മൾ സ്കൂളിൽ പദ്യം പഠിച്ചിട്ടുണ്ട്, അല്ലേ? ചൂട്ടരിച്ച് പിടിച്ചാൽ കടൽ വെള്ളം തിളയ്ക്കുമോ? കടൽ വെള്ളം തിളപ്പിക്കാൻ ചെറിയ ചൂട്ടൊന്നും പോരാ. ഇത്രയും വലിയ ചൂട്ടായിട്ടുള്ള സൂര്യൻ നിന്ന് കത്തിയിട്ട് പോലും, നല്ല വേനൽക്കാലത്ത് പോലും കടൽ വെള്ളം തിളയ്ക്കുകയൊന്നുമില്ല. കടൽ വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ശീതളിമ എപ്പോഴും ഉണ്ടാവും. കാരണം അത് അഗാധ ഗംഭീരമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും തോറും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും നമുക്ക്. മുകളിലത്തെ വെള്ളം മാത്രമേ കുറച്ചൊന്ന് ചൂടായിട്ടുണ്ടാവുള്ളൂ. അപ്പം അതുപോലെയാണ്, അഗാധ ഗംഭീരന്മാരാണ് മഹാത്മാക്കൾ. അല്പന്മാരാണ് പെട്ടെന്ന് ചൂടാവുക. നിസ്സാര കാര്യങ്ങൾ മതി ചൂടാവാൻ. നിസ്സാര കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലിയ അഗ്നിയാക്കി മാറ്റി ആളിക്കത്തിക്കും. അതാണ് അല്പന്മാരുടെ സ്വഭാവം. തൊട്ടാവാടികളാണ് അവർ. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ബാക്കിയുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവുക, അല്ലേ? നമ്മുടെ കൂടെ അങ്ങനെയുള്ള കുറച്ച് തൊട്ടാവാടികളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം ഒരു വല്ലാത്ത അസ്വാതന്ത്ര്യമാണ്. കാരണം എന്ത് പറഞ്ഞാലാണ് ഈ തൊട്ടാവാടികൾ കോപിക്കുക എന്ന് അറിയില്ല നമുക്ക്. അവരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും, എന്നെ കളിയാക്കുക, എന്നെ തമാശാക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ചൂടാവും. നല്ലത് പറഞ്ഞില്ലെങ്കിൽ അപ്പോഴും പറയും, എന്നെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ എന്താ പറയുക, ഒരു സർക്കസാണ് ഇവരെ കൊണ്ടുള്ള ഈ ചൂടന്മാരോട് കൂടിയുള്ളതായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ. വളരെ സൂക്ഷിച്ചു വേണം അവരെ കൈകാര്യം ചെയ്യാൻ. ഹാൻഡിൽ വിത്ത് കെയർ. ഹൈലി ഇൻഫ്ലാമബിൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു പാഠങ്ങളാണ് ഈ സുഭാഷിതങ്ങൾ. ആഞ്ജനേയസ്വാമിയുടെ ആത്മഗതം നോക്കാം. സന്ദീപ്യമാനാം വിദ്വസ്താം ത്രസ്തരക്ഷോഗണാം പുരീം അവേക്ഷ ഹനുമാൻ ലങ്കാം ചിന്തയാമാസ വാനരഃ. ആ ഹനുമാൻ വാനരഃ, ഹനുമാൻ സ്വാമിയാകുന്ന വാനരൻ, ലങ്കാപുരീം സന്ദീപ്യമാനാം വിദ്വസ്താം ത്രസ്തരക്ഷോഗണാം അവേക്ഷ്യ
ചിന്തയാമാസ. ആ ലങ്കാപുരിയെ സന്ദീപ്യമാനാം, സമ്യക്കായി ദീപ്യമാനാം, ജ്വലിക്കുന്നതായിട്ട്, ചുട്ടരിക്കപ്പെട്ടതായിട്ട്, വിധ്വസ്താം, നല്ലതുപോലെ ധ്വംസിക്കപ്പെട്ടതായിട്ട്, തവിട് പൊടിയാക്കപ്പെട്ടതായിട്ട്, ത്രസ്തരക്ഷോഗണാം, ഭയപ്പെട്ടോടിയ രാക്ഷസന്മാരോടുകൂടിയതായിട്ട് അപേക്ഷ്യ, നല്ലതുപോലെ കണ്ടിട്ട് ചിന്തയാമാസ, ഇങ്ങനെ വിചാരിച്ചു. താൻ വന്ന കാര്യം അതിനെക്കുറിച്ചൊക്കെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അല്ലേ, ഒരു എന്താ പറയുക, പരീക്ഷയ്ക്ക് തയ്യാറാവുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊരു റിവിഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം വേണ്ടതുപോലെ പഠിച്ചുവോ എന്ന് ചിന്തിക്കും പോലെ ഒന്നിങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. വന്ന കാര്യമൊക്കെ കഴിഞ്ഞുവല്ലോ, എന്നാൽ പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചു. തസ്യാഭൂത് സുമഹാൻ ത്രാസഃ കുൽസാച ആത്മനി അജായത ലങ്കാം പ്രദഹതാ കർമ്മ കിം സ്വിത്കൃതമിദം മയാ. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാവുന്ന ഭാഗം, ലങ്കാം പ്രദഹതാ മയാ ഇദം കർമ്മം കിം സ്വിത്കൃതം. ലങ്കയെ ദഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള, തീവച്ചതായിട്ടുള്ള മയാ, പ്രദഹതാമയാ ഇതം കർമ്മം, ഈ ഒരു കർമ്മം, കിം സ്വിത്കൃതം, എന്തൊരു കർമ്മമാണ് ഞാൻ ഈ ചെയ്തു കൂട്ടിയത്, എന്തൊരു ഭയാനകമായിട്ടുള്ള കർമ്മമാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് സ്വയം ചിന്തിക്കുകയാണ്. കിം സിദിതം കർമ്മകൃതം, എന്ത് പണിയാ ഞാൻ കാണിച്ച്, നമ്മൾ പറയില്ലേ, അതേ ഭാഷ തന്നെ. കിം സിദ്, എന്ത് പണിയായി ഞാൻ കാണിച്ചത്, എന്ത് വെട്ടിത്തരാ ഞാൻ ഈ കാണിച്ചത്, ഇങ്ങനെ ചിന്തിക്കുകയാണ് അദ്ദേഹം. തസ്യ, അങ്ങനെ ആ ഹനുമാൻ സ്വാമിക്ക് സുമഹാൻ ത്രാസഃ അഭൂത്, സുമഹത്തായിട്ടുള്ള ഒരു ത്രാസം, ഉള്ളില് ഒരു ഭയചകിതനായി തീർന്നു, മനോവിചാരമുണ്ടായി. അതുപോലെ ആത്മനി കുൽസാച അജായത, ആത്മനി, തന്നെ കുറിച്ച് തന്നെ, കുൽസ, കുൽസ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായിട്ടുള്ള ഭാവം, കുൽസിതമായ ഭാവം, അപകർഷത ഭാവം. അയ്യോ, ഞാൻ എത്ര വിഡ്ഢിയായി പോയി, ഞാനൊരു മണ്ടനായി പോയില്ലോ, എൻ്റെ കൊരങ്ങന്റെ സ്വഭാവം ഞാൻ കാണിച്ചു പോയല്ലോ എന്ന് സ്വയം കുൽസ ഉണ്ടായി, കുൽസിത ഭാവമുണ്ടായി. അജായത, അല്ലേ, നമുക്കൊക്കെ പല അബദ്ധങ്ങളും ചെയ്തു കഴിയുമ്പോഴാണ് ഈ കുൽസ ഉണ്ടാവുക. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് തന്നെ ആത്മനിന്ദ. എന്തൊരബദ്ധമാണ് ഞാൻ ഈ കാണിച്ചത്. പലപ്പോഴും വായിലൊക്കെ പലതും അറിയാതെ വന്നു പോകും ദേഷ്യം വരുമ്പോൾ. അത് വായിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് തോന്നിപ്പോവുക. അത് പറയുന്നതിന് മുമ്പ് അതിനെ പിടിച്ചു വെക്കാൻ സാധിക്കണം. അറിയാതെ കൈവിട്ട് പോകും, അല്ലേ? ഓർമ്മിക്കണം, പക്ഷെ ഓർമ്മിക്കാൻ പറ്റില്ല പലപ്പോഴും. നമ്മുടെ തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട് തിരുക്കുറലിൽ, തീയിനാൽ സുട്ട പുൺ ഉള്ളാറും ആറാതെ നാവിനാൽ സുട്ട വടു. മനസ്സിലായോ? തമിഴ് അറിയുന്നവർക്കറിയാം. തീയിനാൽ സുട്ട പുൺ ഉള്ളാറും ആറാതെ നാവിനാൽ സുട്ട വടു. തീ കൊണ്ട് പൊള്ളിച്ചാൽ പോലും ആ വടു കാലം കൊണ്ട് ആറിപ്പോകും, മറന്നുപോകും. എന്നാൽ ആറുകയില്ല, ആറാതെ, ഒരിക്കലും ആറുകയില്ല. എന്ത്? നാവിനാൽ സുട്ട വടു, നാവ് കൊണ്ട് ചുട്ട വടുക്കൾ. അതുകൊണ്ട് നാവ് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിക്കൊണ്ട്. അതിനാണ് നാവിൽ തേനൂറാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. വേദം പ്രാർത്ഥിക്കുന്നു, ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ നാവിൽ തേനൂറട്ടെ, എൻ്റെ നാവിൽ മധുരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കൊണ്ട് മധുരമുണ്ടാവണം, സന്തോഷമുണ്ടാവണം, ആഹ്ലാദമുണ്ടാവണം, ആരെയും ഞാൻ വേദനിപ്പിക്കാൻ ഇടയുണ്ടാവരുതേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, നിത്യവും പ്രാർത്ഥിക്കണം, എന്നും സങ്കല്പിക്കണം. അപ്പം മാത്രമേ അത് നമ്മുടെ സ്വഭാവമായിട്ട് നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ഒരിക്കലും ആ വാക്കിൽ നിയന്ത്രണം ഉണ്ടാവില്ല, കയ്യിലും നിയന്ത്രണം ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൈപൊക്കി അടി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ എന്താ കിട്ടിയച്ചാൽ അതുകൊണ്ട് അടി കഴിഞ്ഞിട്ടുണ്ടാവും.
അല്ലെങ്കിൽ മുമ്പ് കണ്ടതിനെ അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ചിലർ ആത്മഹത്യയും ചെയ്യും അല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് ചിന്തിക്കാതെ എന്തെങ്കിലും ഇതിലേക്ക് എടുത്ത് ചാടി അങ്ങോട്ട് ആത്മഹത്യയും ചെയ്തു പോകും. അപ്പോൾ ക്രോധമാവട്ടെ, അതുപോലെയുള്ള മറ്റ് ദുഃഖങ്ങളാവട്ടെ, അതിനെയൊക്കെ ക്ഷമിക്കാനും നിയന്ത്രിക്കുവാനുള്ളതായിട്ടുള്ള ശക്തി, ടോളറൻസ്, അത് നമുക്ക് അഭ്യസിച്ചെടുക്കണം. അപ്പോൾ സ്വയം കുൽസ ഉണ്ടായി, നിന്ദാഭാവം ഉണ്ടായി എന്ന് പറയണം. തന്നോട് തന്നെ ഒരു വെറുപ്പ്, ആത്മനിന്ദ അദ്ദേഹത്തിന് ജനിച്ചു. എന്നിട്ട് അദ്ദേഹം മറ്റുള്ള സജ്ജനങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറയണം, അവരാണ് ഭാഗ്യവാന്മാർ. ആരാണ്? ധന്യാസ്തേ പുരുഷശ്രേഷ്ഠാഃ യേ ബുദ്ധ്യാ കോപമുത്ഥിതം നിരുന്ദന്തി മഹാത്മാനോ ദീപ്തമഗ്നിം ഇവംബസാ. അതൊരു സുഭാഷിതമാണ്. 3 മുതൽക്ക് തന്നെ സുഭാഷിതം തുടങ്ങുകയാണ്. ആരാ? അദ്ദേഹം പറഞ്ഞു, ധന്യാസ്തേ പുരുഷശ്രേഷ്ഠാഃ യേ ബുദ്ധ്യാ കോപമുത്ഥിതം നിരുന്ദന്തി മഹാത്മാനോ ദീപ്തമഗ്നിമിവംബസാ. യാവരാണോ, ഏത് ജനങ്ങളാണോ ഉത്ഥിതം കോപം ബുദ്ധിയാ നിരുന്ദന്തി, ഉള്ളിലുണ്ടായി വരുന്ന ഉത്ഥിതമായ കോപത്തെ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് നിരോധിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഏതുപോലെ? ദീപ്തമഗ്നിം അംബസായിവ. ദീപ്തമഗ്നിം, ജ്വലിച്ചു വരുന്ന അഗ്നിയെ അമ്പസ് കൊണ്ട്, വെള്ളം കൊണ്ട് എങ്ങനെ ശമിപ്പിക്കുന്നുവോ. അപ്പോൾ കോപം അഗ്നി പോലെയും വിവേകം വെള്ളം പോലെയും. വിവേകത്തെ വെള്ളത്തോട് ഉപമിച്ചു, കോപത്തെ അഗ്നിയോട് ഉപമിച്ചു. എങ്ങനെയാണോ പൊങ്ങാൻ തുടങ്ങുന്ന അഗ്നിയെ വേഗം വെള്ളം കൊണ്ട് കെടുത്താം, നല്ലോണം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും ഫലിക്കാതെയാവും. അതുപോലെയാണ് നമ്മുടെ കോപവും. വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവേകവും പ്രവർത്തിക്കാതെയാവും. അപ്പൊ അതിനു മുമ്പേ തന്നെ വിവേകം സ്റ്റേ ഓർഡറും കൊണ്ട് വരണം, മുൻകൂർ സ്റ്റേ ഓർഡറുമായിട്ട് വരണം. അപ്പോൾ ദീപ്തമഗ്നിം അംബസായിവ യേ ഉത്തിതം കോപം ബുദ്ധ്യാ നിരുന്ദന്തി, ബുദ്ധി കൊണ്ട് ശമിപ്പിക്കുന്നത്. തേ ധന്യാഹ, അവര് ഭാഗ്യവാന്മാർ, അവര് ധന്യന്മാർ. പുരുഷശ്രേഷ്ഠാഹ മഹാത്മാനഃ, അവരാണ് പുരുഷശ്രേഷ്ഠന്മാർ, പുരുഷോത്തമന്മാർ, മഹാത്മാക്കൾ. ജ്വലിച്ചുയരുന്ന അഗ്നി പോലെയുള്ളതായിട്ടുള്ള കോപത്തെ വിവേകമാകുന്ന വെള്ളം കൊണ്ട് ആരാണോ സമയത്തിന് ശമിപ്പിക്കുന്നത്, അവരാണ് ധന്യന്മാർ, അവരാണ് പുരുഷോത്തമന്മാർ, അവരാണ് മഹാത്മാക്കൾ. അങ്ങനെ അവരെ പുകഴ്ത്തുകയാണ്. അപ്പൊ തനിക്ക് അബദ്ധം പറ്റി, താൻ ഈ കൂട്ടത്തിൽ പെടില്ല എന്ന് പറഞ്ഞ് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കളെ നോക്കി അദ്ദേഹം സ്വയം ഇങ്ങനെ വിചാരിക്കുകയാണ്. ക്രുദ്ധഃ പാപം ന കുര്യാത് കഃ ക്രുദ്ധോ ഹന്യാത് ഗുരൂനപി ക്രുദ്ധഃ പരുഷയാ വാച നരഃ സാധൂൻ അധിക്ഷിപേത്. ഇതും ഒരു സുഭാഷിതമാണ്, എഴുതി വെച്ചോളൂ. ക്രുദ്ധഃ പാപം ന കുര്യാത് കഃ, ക്രുദ്ധഃ ക്രോധിച്ചവൻ, കഹ പാപം ന കുര്യാത് ഏവൻ തന്നെയാണ് പാപം ചെയ്യാതിരിക്കുക. ക്രുദ്ധഃ കഹ, ക്രുദ്ധനായ ഏതൊരുവനാണ് പാപം ന കുര്യാത്, പാപം ചെയ്യാതിരിക്കുക. അപ്പൊ ക്രോധിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യും എന്നുള്ളത് സ്വഭാവമാണ്, ലോക സ്വഭാവമാണ്. അപ്പൊ ക്രോധത്തെയാണ് അടക്കേണ്ടത്. ക്രോധത്തിന്റെ പ്രകടനമാണ് പാപം എന്നുള്ളത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപമാ വിദ്യേനമിഹ വൈരിണം. എന്തും തിന്നുന്നവനും വലിയ പാപങ്ങൾ ചെയ്യുന്നവനുമാണ് ഈ കാമക്രോധങ്ങൾ. അവനെ ശത്രുവെന്ന് തിരിച്ചറിഞ്ഞാലും. അതുകൊണ്ട് ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ഈ കാമരൂപവും ക്രോധരൂപവുമായ ശത്രുവിനെ കൊന്നുകളഞ്ഞാലും നശിപ്പിച്ചാലും അതിന് നല്ല വിവേകം വേണം. അപ്പൊ ഇവിടെ ക്രുദ്ധഃ കഹ പാപം ന കുര്യാത്, ക്രുദ്ധഃ ഗുരൂനഭിഹന്യാത്, ക്രോധിച്ചു കഴിഞ്ഞാൽ ഗുരൂനഭിഹന്യാത്, ഗുരുക്കന്മാരെ പോലും ഹനിക്കും, കൊന്നുകളയും.
ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അമ്മാവനും വലിയച്ഛനും ഒക്കെ ഗുരുക്കന്മാരാണ്, ഗുരുതുല്യന്മാരായിട്ടുള്ളവർ. അപ്പോൾ നമുക്ക് വയസ്സിന് മൂത്തവരെയും നമ്മൾ ബഹുമാനിക്കേണ്ടവരെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കളയും, അടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു കളയും. ക്രോധിച്ചു കഴിഞ്ഞാൽ ക്രുദ്ധഃ ഗുരൂനഭിഹന്യാത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മദ്യ വ്യവസായം അങ്ങനെ എത്ര അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര മക്കൾ അച്ഛന്മാരെ അടിച്ചു കൊന്നു, എത്ര അച്ഛന്മാർ മക്കളെ അടിച്ചു കൊന്നു, ഭാര്യമാർ ഭർത്താക്കന്മാരെ അടിച്ചു കൊല്ലേണ്ടി വന്നു. അല്ലെങ്കിൽ കുടിയനായ അച്ഛനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് മക്കൾ ആ അച്ഛനെ തല്ലിക്കൊന്നു. അല്ലെങ്കിൽ മക്കൾ കുടിയന്മാരായിട്ട് വന്ന അച്ഛനമ്മമാരെ ഉപദ്രവിക്കുമ്പോൾ വയസ്സുകാലത്ത് സ്വൈരത്തിന് വേണ്ടിയിട്ട് വയസ്സായ അച്ഛനോ അമ്മയോ മക്കളെ കൊല്ലുന്ന കഥകൾ ഇഷ്ടം പോലെ കേൾക്കുന്നു. ഇതിനൊക്കെ കാരണക്കാർ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരുകളാണ്. ഇത്രയും കൊലപാതകങ്ങളുടെയൊക്കെ ഉത്തരവാദി നമ്മുടെ കേരള സർക്കാരാണ്. ഈ കേരളത്തിൽ നടക്കുന്നത്ര ആത്മഹത്യയും കൊലപാതകവും വേറെ എവിടെയും നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അതിനൊക്കെ കാരണം ഇവിടെ നടക്കുന്ന ഈ മദ്യ കച്ചവടമാണ്. ഈ മദ്യം മനുഷ്യനെ ക്രുദ്ധനാക്കുന്നു, ഇൻടോക്സിക്കേറ്റിംഗ് ആണ്. അത് ബുദ്ധിയിൽ, ബ്രെയിനിൽ ടോക്സിൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ബ്രെയിനിലുണ്ടാവുന്ന ടോക്സിൻസ് കൊണ്ടാണ് മനുഷ്യൻ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നത്. ഇൻടോക്സിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് കണ്ണ് കാണില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല, അവൻ മൂഢനായി മാറുന്നു, മത്തനായിത്തീരുന്നു. അവൻ പിന്നെ മുമ്പിലിരിക്കുന്നത് അച്ഛനാണോ അമ്മയാണോ മുത്തശ്ശനാണോ എന്നൊന്നും നോട്ടമില്ല. അങ്ങനെ എത്ര 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 കൊലപാതകങ്ങളും ഹിംസകളും ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ചിലത് കൊലപാതകത്തിൻ്റെ അടുത്തെത്തി രക്ഷപ്പെട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇനി പല അച്ഛനമ്മമാരും മക്കളുടെ അടി കൊണ്ടിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം മക്കളെ എങ്ങനെയാണ് ജയിലിലേക്ക് അയക്കുക? അപ്പോൾ സഹിക്കാൻ പറ്റുന്നത്തോളം സഹിച്ചുകൊണ്ട് തീരെ സഹിക്കാറാവുമ്പോഴാണ് അവർ പോലീസിൽ കംപ്ലൈൻറ്റോ നാട്ടുകാരോട് കംപ്ലൈൻറ്റോ പറയുക. കാരണം സ്വന്തം മക്കൾ തന്നെയല്ലേ. സ്വന്തം മക്കൾ തന്നെ കള്ളുകുടിച്ച് വന്ന അച്ഛനമ്മമാരെ തല്ലുമ്പോൾ ആരെയാ കുറ്റം പറയുക? അതുകൊണ്ട് സഹിച്ച് നിത്യവും രാത്രി ഉറക്കമില്ലാതെ ടെൻഷൻ അനുഭവിച്ച് മനോരോഗികളായിത്തീരുന്നുണ്ട് പല അച്ഛനമ്മമാരും. എത്രയോ പേര്. അതിനൊക്കെ ഉത്തരവാദി ഈ കേരളം ഭരിക്കുന്ന ഈ തീറ സർക്കാരുകളാണ്. ഏറ്റവും തല്ലിപ്പൊളി സർക്കാരുകളാണ്. യാതൊരു സംശയവും വേണ്ട, പറയുന്നതിന് ഒരു മടിയില്ല. ഇത്രയും നെറികെട്ട ജനദ്രോഹപരമായിട്ടുള്ളൊരു പ്രവൃത്തി വേറെയില്ല. ഈ കോവിഡ് കാലത്ത് അരി വാങ്ങാൻ പോകാൻ RT-PC ടെസ്റ്റ് എടുക്കണം. ബീവറേജസിലേക്കാണെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, പോലീസുകാർ വേണമെങ്കിൽ എസ്കോർട്ട് വരും നമ്മുടെ കൂടെ. അത്രയ്ക്ക് നശിച്ച ഭരണം. അപ്പോൾ ഇതൊക്കെ മനുഷ്യനെ കോപം വർദ്ധിപ്പിക്കുന്ന ടോക്സിൻസാണ്. അതവിടെ ചോദിക്കുന്ന ക്രുദ്ധഃ കഹ പാപം ന കുര്യാത് ക്രുദ്ധഃ ഗുരൂനഭിഹന്യാത് ക്രുദ്ധഃ നരഃ പരുഷയാ വാചാ സാധൂൻ അധിക്ഷിപേത്. ക്രുദ്ധഃ നരഃ, ക്രുദ്ധനായ നരൻ, ക്രോധിച്ചിരിക്കുന്ന നരൻ, പരുഷയാ വാച, പരുഷങ്ങളായ വാക്കുകളെ കൊണ്ട്, സാധൂൻ അധിക്ഷിപേത്, സജ്ജനങ്ങളെ പോലും അധിക്ഷേപിക്കും. അവരത് അർഹിക്കുന്നില്ല സജ്ജനങ്ങൾ. എങ്കിലും ഇവിടെ മുൻപിൻ നോട്ടമില്ല, കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് സജ്ജനങ്ങളെ പോലും എന്ത് അധിക്ഷേപവും ചെയ്യാൻ ക്രോധിച്ചവന് വകതിരിവില്ല. ക്രുദ്ധഃ നരഃ, ക്രുദ്ധനായ നരൻ, പരുഷയാവാച സാധൂൻ അധിക്ഷിപേത്. അപ്പം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സുഭാഷിതങ്ങളാണ്, എഴുതി വെക്കേണ്ടതാണ്. വെറുതെ എഴുതി വെച്ചാൽ പോരാ, അനുസന്ധാനം ചെയ്ത് മനസ്സിലാക്കിയത് നിയന്ത്രിക്കണം, ക്രോധത്തെ നിയന്ത്രിക്കണം. വാച്യാവാച്യം പ്രകുപിതോ ന വിജാനാതി കർഹിചിത് നാകാര്യമസ്തി ക്രുദ്ധസ്യ ന അവാച്യം വിദ്യതേ ക്വചിത്.
ഇതും സുഭാഷിതം തന്നെ. പ്രകുപിതഃ വാച്യാവാച്യം കർഹിചിത് ന വിജാനാതി. പ്രകുപിതഃ പ്രകോപം ഉണ്ടായവൻ, കോപം മുഴുത്തവൻ. വാച്യ അവാച്യം, ഇന്നത് വാച്യം ഇന്നത് അവാച്യം, ഇന്നത് പറയാവുന്നത് ഇന്നത് പറയാൻ കൊള്ളാത്തത് എന്നുള്ളതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കർഹിചിത് ന വിജാനാതി, ഒരിക്കലും അറിയുന്നില്ല. അവർക്ക് തിരിച്ചറിവ്, വകതിരിവ് നഷ്ടപ്പെടുന്നു. ക്രുദ്ധസ്യ അകാര്യം നാസ്തി, ക്രോധിച്ചവന് ചെയ്യരുതാത്ത കാര്യങ്ങളൊന്നുമില്ല, എന്തും ചെയ്യാൻ മടിയില്ല അവന്. ക്വചിത് അവാച്യം ന വിദ്യതേ, അവന് പറയാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് വെഡിത്തരവും എന്ത് കൊള്ളരുതായ്മയും എന്ത് അസഭ്യവും വിളിച്ചു പറയാൻ ക്രോധിച്ചവന് ഒരു മടിയുമില്ല. അപ്പൊ ക്രോധം അത് ശത്രുവാണ്. വാച്യാവാച്യം പ്രകുപിതോ ന വിജാനാതി കർഹിചിത് നാകാര്യമസ്തി ക്രുദ്ധസ്യ നാവാച്യം വിദ്യതേ ക്വചിത്. യസ്സമുൽപതിതം ക്രോധം ക്ഷമയൈവ നിരസ്യതി യതോരഗസ്ത്വചം ജീർണാം സ വൈ പുരുഷ ഉച്യത്തെ. അതും സുഭാഷിതമാണ്. യഹ സമുൽപതിതം ക്രോധം, ഏതൊരുവനാണോ ഉൽപ്പതിച്ചു വരുന്നതായിട്ടുള്ള പൊങ്ങി വരുന്നതായിട്ടുള്ള ക്രോധത്തെ ക്ഷമയാ നിരസ്യതി, ക്ഷമ കൊണ്ട് നിരസിക്കുന്നത്, ക്ഷമ കൊണ്ട് നീക്കിക്കളയുന്നത്. ഏതുപോലെ? ഉരകഃ ജീർണാം ത്വചം യഥാ, ഉരക പാമ്പ്, അതിൻ്റെ ജീർണിച്ച ത്വക്കിനെ പാമ്പ് വളയൂരുക എന്ന് പറയില്ലേ, അതിനാവശ്യമില്ലാത്തതാണെന്ന് ബോധ്യം വരുമ്പോൾ സ്വന്തം തൊലിയെ പോലും അത് ഉപേക്ഷിച്ച് കളയുന്നു. അപ്പൊ ജീർണിച്ച തൊലിയെ പാമ്പ് ക്ഷമയോടുകൂടി കളയും പോലെ, അതിനൊരു ക്ഷമയുണ്ട്, അത് കളയാനൊരു ക്ഷമ വേണം. കയ്യും കാലും ഇല്ലാത്ത പാമ്പിൻ്റെ ഒരു സാമർഥ്യേ നമുക്ക് സാധിക്കുമോ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പിഴുതു കളയാൻ എത്ര പ്രയാസമാണ്. ഇത് കയ്യും കാലും ഇല്ലാത്ത പാമ്പ്, മുഴുന്നുള്ളതായിട്ടുള്ള ശരീരം അതിൻ്റെ, ഇത് വെച്ചിട്ട് അത് എവിടെയൊക്കെയാ വലിഞ്ഞു കയറുന്നത്? അത്ഭുതമാണ്. കയ്യും കാലുമുള്ള നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഇതാണ് അത്ഭുതം. വഴുന്നുള്ള ശരീരം നമ്മൾ പിടിച്ചാൽ പിടികിട്ടില്ല, അതിന് വഴുക്കി പോകും. അങ്ങനെയുള്ള ആ വഴുക്കുന്ന സാധനം എവിടെയൊക്കെയാ വലിഞ്ഞു കയറുന്നത്? അപ്പോൾ അതിൻ്റെ ശരീരത്തിലെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ടൈറ്റായിട്ടുള്ള ഈ കുപ്പായം എങ്ങനെയാ അത് അഴിച്ചു കളയും? നമ്മുടെ ഇപ്പോഴത്തെ ഓരോ പിള്ളേർ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ 4 ആൾ വേണം പിടിച്ചു വലിക്കാൻ. അവരുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത ജീൻസ് വലിച്ചു കയറ്റിയിട്ട് അതിനെ ഇറക്കാൻ അവനെവിടെയെങ്കിലും കിടന്നു കൊടുക്കണം. അവൻ്റെ കാലിൽ കിടക്കുന്ന ജീൻസിനെ ആരെങ്കിലുമൊക്കെ പിടിച്ച് വലിക്കണം. 4 ആൾ അപ്പുറത്തുനിന്ന് പിടിച്ച് വലിച്ചാലേ ഊരിയാ കിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയുള്ള കുഴൽ പോലെയുള്ള ടൈറ്റ്സാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഇടുന്നതും അതെ, ആമ്പിള്ളേർ ഇടുന്നതും അതെ. പെൺപിള്ളേർ ഇടുന്നത് ആ സൽവാറിൻ്റെ അടിയിലിടുന്നത് എന്താ അതിൻ്റെ പേര്? ഇപ്പം അതാണല്ലോ ഫാഷൻ. ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നും അത്, അല്ലേ? ചിലതൊക്കെ സ്കിൻ കളർ തന്നെയാണെങ്കിൽ ഉടുത്തിട്ടുണ്ട് എന്ന് തന്നെ സംശയമായിരിക്കും. അങ്ങനെ ഒരു സാധനം അടിയിലുണ്ടോ എന്ന് സംശയം തോന്നും ചിലരെയൊക്കെ കണ്ട, കാരണം അത് സ്കിൻ കളറാണ്. അതൊക്കെ എങ്ങനെയാ വലിച്ചഴിക്കുന്നത് മനസ്സിലാവും. ലെഗിങ്സ് അല്ലേ, ടൈറ്റ്സും ലെഗിങ്സും ഒക്കെ ആയിട്ട് അത് വലിച്ചഴിക്കണമെങ്കിൽ 4 ആൾ വേണം. അങ്ങനെ ഇരിക്കെ ഒരു സർപ്പം അതിൻ്റെ ശരീരത്തിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത്രയും ടൈറ്റായിട്ട് അതിൻ്റെ ദേഹത്തിൻ്റെ അവയവമായിരുന്ന, അതിൻ്റെ കോശങ്ങളായിരുന്ന അതിനെ അഴിച്ചു കളയണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും, എത്ര ക്ഷമ വേണം. അപ്പോൾ സമ്മതിക്കണ്ടേ പാമ്പിൻ്റെ ക്ഷമയെ, അല്ലേ? എത്ര കോപമുള്ള ജന്തുവാണത്, എത്ര ക്ഷമയില്ലാത്ത ജന്തുവാണ് പാമ്പ്. പെട്ടെന്ന് കോപിക്കുന്നതാണ് പാമ്പ്. അതിനാണ് ഇത്രയും ക്ഷമ. കണ്ടു പഠിക്കണം നമ്മൾ. എന്ത് നല്ല ഉദാഹരണം നോക്കൂ. ഇത്രയും കോപമുള്ള പാമ്പ് പോലും അതിൻ്റെ തൊലി അതിന് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ എത്ര ക്ഷമയോടുകൂടി അത് അഴിച്ചു കളയുന്നു. ഏതെങ്കിലും ഇടുങ്ങിയ
വല്ല പൊത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോയിട്ടാണ്, രണ്ട് കല്ലുകളുടെ ഇടയിലോ എവിടെയെങ്കിലും പോയിട്ട് പതുക്കെ 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 ശരീരത്തെ വലിച്ച് ഇതിനെ ഞെക്കി പുറത്തേക്ക് തള്ളിക്കളയും. നല്ല ക്ഷമ വേണം. ഒരു പോറൽ പോലും ഇല്ലാതെ അഴിച്ചു കളഞ്ഞിട്ടുണ്ടാവും. വളരെ ലോലമായിട്ടുള്ള വസ്തുവാണത്. നമ്മൾ കയ്യിലെടുത്താൽ അത് കീറിപ്പോവും. എന്നാൽ പാമ്പ് അത് അഴിച്ചു കളയുമ്പോൾ ഒരു പോറൽ പോലും ഉണ്ടാവില്ല. എന്തൊരു സാമർഥ്യം അതിൻ്റെ! ഈശ്വരൻ്റെ സൃഷ്ടി അത്ഭുതം തന്നെയാണ്. അപ്പം അതുപോലെ നമ്മൾ ക്ഷമ കാണിക്കണം. ആ പാമ്പിൻ്റെ ക്ഷമ നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, ഉരകഃ ജീർണാം ത്വചം യഥാ നിരസ്യതി. ആ സമുൽപ്പതിതമായ ക്രോധത്തെ ക്ഷമ കൊണ്ട് ഈ പാമ്പ് തൻ്റെ ശരീരത്തിലുള്ള തോലിനെ ഉരിച്ചു കളയും പോലെ ആരാണോ ചെയ്യുന്നത്, സ വൈ പുരുഷഃ ഏവ ഉച്യതേ, അവനാണ് ആൺകുട്ടി. അല്ലാതെ ക്രോധം കൊണ്ട് ആളുകളുടെ നേരെ കുതിര കയറുന്നവനല്ല ആൺകുട്ടി. ക്രോധം വരുമ്പോൾ തല്ലാനും കൊല്ലാനും തെറി വിളിക്കാനും പോകുന്നവനല്ല ആൺകുട്ടി. ക്രോധത്തെ ആരാണോ അടക്കുന്നത് അവനാണ് ധീരൻ. അവൻ്റെ ശക്തി, ക്ഷമ അത് അടക്കുന്നതിലാണ്. അവനാണ് ധീരൻ, അവനാണ് ആൺകുട്ടി എന്നാ പറയുന്നത് ഇവിടെ. സവൈ പുരുഷഃ ഏവ ഉച്യതേ. ആഞ്ജനേയസ്വാമിയുടെ സർട്ടിഫിക്കറ്റാണ്. ആഞ്ജനേയസ്വാമി ഓതറൈസ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ആർക്കാണോ കോപം വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് അവനാണ് ആൺകുട്ടി എന്ന്. അപ്പം ഇത്രയും 4 എണ്ണം, 3, 4, 5, 6 ശ്ലോകങ്ങൾ സുഭാഷിതമായിട്ട് എഴുതി വെച്ചോളൂ. എന്നിട്ട് സ്വയം തന്നെ നിന്ദിക്കുന്നു. ദിഗസ്തുമാം സുദുർബുദ്ധിം നിർലജ്ജം പാപകൃത്തമം അചിന്തയിത്വാ താം സീതാം അഗ്നിദം സ്വാമിഘാതകം. താം സീതാമചിന്തയിത്വാ, ആ സീതയെക്കുറിച്ച് ചിന്തിക്കാതെ, അല്പം പോലും ബോധമില്ലാതെ, അഗ്നിദമ്മാം, ഈ ലങ്കയെ മുഴുവൻ അഗ്നിക്ക് ദാനം ചെയ്ത എന്നെ, ഞാൻ അഗ്നിയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, അഗ്നിക്കൊരു സഹായം ആയിക്കോട്ടെ എന്നാ കരുതിയത് അല്ലേ? അത് ചിന്തിച്ചു കഴിഞ്ഞ അധ്യായത്തിൽ, കഴിഞ്ഞ സർഗത്തിൽ. എനിക്ക് ചൂടില്ലാതെ എന്നെ ശീതളിമയോടുകൂടി അനുഗ്രഹിച്ച അഗ്നിക്ക് ഞാൻ അങ്ങോട്ട് ഒരു പ്രത്യുപകാരം ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ അഗ്നിക്കൊരു ഫീസ്റ്റ് കൊടുത്തതാണ് ലങ്കയെ ഭക്ഷണമായിട്ട്. അതാണ് ഇവിടെ അഗ്നിദമ്മാം, അഗ്നിക്ക് ദാനം ചെയ്തവനായ എന്നെ, സീതയെക്കുറിച്ച് ചിന്തിക്കാതെ, അങ്ങനെയുള്ള സുദുർബുദ്ധിം, സുഷ്ടു ദുർബുദ്ധിയാണ് ഞാൻ, ഒട്ടും ബുദ്ധിയില്ലാത്തവനും, നിർലജ്ജം, നാണം കെട്ടവനും, പാപകൃത്തമം, പാപികളിൽ വെച്ച് മുമ്പനും, സ്വാമിഘാതകം, സ്വാമിയുടെ കാര്യത്തെ നശിപ്പിച്ചവനും, സ്വാമിക്ക് ദ്രോഹം ചെയ്തവനുമായിട്ടുള്ള മാം ധിഗസ്തു, ദിഗ് ദിഗ് ദിഗ്, നിന്ദ്യം നിന്ദ്യം നിന്ദ്യം, ഞാൻ ചെയ്ത പ്രവൃത്തി അത്യന്ത നിന്ദ്യം, അത്യന്ത നിന്ദ്യം. എന്നെ നിന്ദിക്കേണ്ടത് തന്നെയാണ്, എന്നെ നിന്ദിക്കേണ്ടത് തന്നെയാണ്. ധിഗസ്തുമാം സുദുർബുദ്ധിം നിർലജ്ജം പാപകൃത്തമം അചിന്തയിത്വാ താം സീതാം അഗ്നിദം സ്വാമിഘാതകം. യദി ദഗ്ധാത്തിയം ലങ്കാ നൂനമാര്യാപി ജാനകി ദഗ്ധാ തേന മയാ ഭർത്തുഃ ഹതം കാര്യം അജാനതാ. യം ലങ്കാ ദഗ്ധാ യദി തു, ഈ ലങ്കാപുരം ദഹിപ്പിക്കപ്പെട്ടു എങ്കിൽ, ആര്യ ജാനകി അഭിദഗ്ധ, ആര്യയായ ആ ജാനകീ ദേവിയും ദഹിക്കപ്പെട്ട് കാണും. തീർച്ച തന്നെ, നൂനം, നിശ്ചയമായും പാവം ജാനകീ ദേവിയും ദഹിച്ചു കാണും. തേന അജാനതാമയ ഭർത്തുഃ കാര്യം ഹതം, ഈ കാര്യത്തെക്കുറിച്ച് അജാനത, അറിവില്ലാത്ത മൂഢനായ എന്നാൽ മയാ ഭർത്തുഃ കാര്യം ഹതം, എൻ്റെ സ്വാമിയുടെ കാര്യം നശിപ്പിക്കപ്പെട്ടു. വന്ന കാര്യത്തെ ഞാൻ നശിപ്പിച്ചു, ഒരു പ്രയോജനമില്ലാതെയാക്കി. വേറെ ആരെങ്കിലും വന്നിട്ടെങ്കിലും സീതയെ കണ്ടിട്ട് പോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വന്നിട്ട് അത് കുളമാക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ നിന്ദ്യനാണ്.
യദർത്ഥം അയമാരംഭഃ തത്കാര്യമവസാദിതം മയാ ഹി ദഹതാ ലങ്കാം ന സീതാ പരിരക്ഷിതാ. യദർത്ഥം അയം ആരംഭഃ, എന്തിനു വേണ്ടിയിട്ടായിരുന്നോ എൻ്റെ ഈ ആരംഭമെല്ലാം, ഈ പ്രയത്നമെല്ലാം? തത്കാര്യം അവസാദിതം, ആ കാര്യം നശിപ്പിക്കപ്പെട്ടു. ഏതൊരു സൽക്കർമ്മത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടുവോ അതെല്ലാം ഇപ്പൊ നശിച്ചു. ഹി എന്തെന്നാൽ ലങ്കാം ദഹതാമയ സീതാന പരിരക്ഷിത, ലങ്കയെ ദഹിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്നാൽ സീത രക്ഷിക്കപ്പെട്ടില്ല. ഞാൻ സീതയെ മറന്നുപോയി, ആവേശത്തിൽ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞൂലോ. സീതാന പരിരക്ഷിത ഈഷത് കാര്യമിതം കാര്യം കൃതമാസീന്ന സംശയഃ തസ്യ ക്രോധാഭിഭൂതേന മയാ മൂലക്ഷയകൃതഃ. ഇതം കാര്യം ഈഷത് കാര്യം കൃതമാസീത്, വലിയൊരു കാര്യത്തിനാണ് ഞാൻ വന്നത്. സീതയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോവുക എന്നുള്ളത്. പക്ഷെ അതിനെപ്പോ ഈഷത് കാര്യം കൃതം ആസീത്, വളരെ നിസ്സാരമായ ഒരു കാര്യമാക്കി നശിപ്പിച്ചു ഞാൻ. ക്രോധാഭിഭൂതേന മയാ, ക്രോധത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടവനായ എന്നാൽ, കോപാധീനനായിട്ടുള്ള എന്നാൽ, തസ്യ മൂലക്ഷയഃ കൃതഃ ന സംശയഃ, ആ കാര്യത്തിന്റെ മൂലം തന്നെ നശിപ്പിക്കപ്പെട്ടു. ഇനിയിപ്പോ ആര് വിചാരിച്ചാലും അതിനെ രക്ഷിക്കാൻ പറ്റില്ല. സീതയെ തന്നെ ദഹിപ്പിച്ചു കളഞ്ഞ ഇനിയിപ്പോ എന്ത് സീതാന്വേഷണം, എന്ത് രാമരാവണ യുദ്ധം, എന്തിനി മറ്റ് പ്രയത്നങ്ങളൊക്കെ. അപ്പൊ ആര് വിചാരിച്ചാലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചു. ഇറിപ്പയറബിളായി, മൂലം തന്നെ നശിപ്പിക്കപ്പെട്ടു. സംശയമില്ല ഈ കാര്യത്തില് ഞാൻ അത്രയ്ക്കൊരു വിഡ്ഢിത്തരമാണല്ലോ ചെയ്തത്. വിനഷ്ടാ ജാനകി നൂനം നഹി അദഗ്ധഃ പ്രദൃശ്യത്തെ ലങ്കായാം കശ്ചിദുദ്ദേശഃ സർവാ ഭസ്മീകൃതാ പുരീ. പുരീ സർവാ ഭസ്മീകൃത, ഈ ലങ്കാപുരം മുഴുവനായിട്ട് ഭസ്മമാക്കി ചെയ്യപ്പെട്ടു. ലങ്കായാം അദഗ്ധഃ ഉദ്ദേശഃ കശ്ചിത് ന പ്രദൃശ്യത്തെ, ലങ്കയിൽ ദഹിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു ദേശം പോലും കാണാനുമില്ല. ഹി അതുകൊണ്ട് തന്നെ ജാനകി നൂനം വിനഷ്ട, ജാനകി നിശ്ചയമായും മരിച്ചുപോയി കാണും, യാതൊരു സംശയവുമില്ല. കാരണം ലങ്കയിൽ ഒരു പൊടി പോലുമില്ല ബാക്കി വെച്ചതായിട്ട്. യദി തദ്വിഹതം കാര്യം മമ പ്രജ്ഞാ വിപര്യാത് ഇഹൈവ പ്രാണസന്യാസോ മമാഭിഹ്യദ്യ രോചതേ. സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നോക്കൂ, മമ പ്രജ്ഞാ വിപര്യാത്, എൻ്റെ പ്രജ്ഞയുടെ വിപരീത ഭാവം കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട്. തത് കാര്യം വിഹതം യതി, ഞാൻ വന്ന കാര്യം നശിച്ചു എങ്കിൽ, കാര്യം മോശമായി പോയി എങ്കിൽ, അദ്യ ഇന്ന് തന്നെ, ഇഹ ഏവ ഇവിടെ തന്നെ, മമാപി എന്റെയും പ്രാണസന്യാസഹി രോചതേ, പ്രാണനെ ത്യജിക്കുക എന്നതാണ് ഇപ്പോൾ നല്ല കാര്യം. അപ്പൊ ഞാൻ കാര്യമെല്ലാം കെടുത്തി സീതയെ ദഹിപ്പിച്ചു എങ്കിൽ പിന്നെ ഞാൻ എന്തിനു മടങ്ങിപ്പോണം? എവിടേക്ക് മടങ്ങിപ്പോണം? ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൊല്ലുകയാണ് നല്ലത്, ആത്മഹത്യയാണ് നല്ലത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. കിമഗ്നൗ നിപതാമ്യദ്യ ആഹോസ്വിത് ബടവാമുഖേ ശരീരമാഹോ സത്വാനാം ദദ്മി സാഗരവാസിനാം. ചിന്തിക്കാൻ തുടങ്ങി ആത്മഹത്യയുടെ മാർഗം ഏതാണെന്ന്. അദ്യ ബടവാമുഖേ അഗ്നൗ ആഹോസ്വിത് നിപതാമി. ഞാനിപ്പോൾ ഈ സമുദ്രത്തിൽ ഉണ്ടാവുന്ന അഗ്നിയാണ് ബടവാമുഖം എന്ന് പറയുന്ന അഗ്നി, തിരമാലകൾ കൂട്ടിയിടിച്ചുണ്ടാവുന്ന അഗ്നി. അപ്പൊ ബടവാമുഖം എന്ന അഗ്നിയിൽ ഞാൻ വീഴുകയോ, അതല്ലെങ്കിൽ ഈ ലങ്കയെ ചുട്ടരിച്ച ഈ അഗ്നിയിൽ തന്നെ ഞാൻ വീഴുകയോ, ആഹോ അല്ലെങ്കിൽ സാഗരവാസിനാം സത്വാനാം ശരീരം ദദ്മിക്കും, സമുദ്രവാസികളായിട്ടുള്ള ജന്തുക്കൾക്ക് എൻ്റെ ശരീരത്തെ ദാനമായി കൊടുത്താലോ, അവർ ഭക്ഷിച്ച് ജീവിച്ചു പോട്ടെ. മത്സ്യങ്ങളും മുതലകളും തിമിംഗിലങ്ങൾക്കൊക്കെ ഭക്ഷണമായി പോട്ടെ എൻ്റെ ശരീരം. അങ്ങനെ ആയാലോ, കഥം ഹി ജീവതാ ശക്യോ മയാ ദ്രഷ്ടും ഹരീശ്വരഃ
തൗ വാ പുരുഷശാർദൂലൗ കാര്യസർവസ്വഗാദിന. എങ്ങനെ ഞാൻ അവരുടെ മുഖത്ത് പോയി നോക്കും? ആരുടെ? ഹരീശ്വര. ഹരീശ്വരൻ വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ. ആ സുഗ്രീവനും പുരുഷശാർദൂലൗ തൗവാ, പുരുഷപ്പുലികളായ രണ്ടുപേര്. ആരാണ്? രാമലക്ഷ്മണൗ. അവരെ രണ്ടുപേരെയും കാര്യസർവസ്വഗാദിനാമയ, കാര്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള എന്നാൽ ജീവദാഹി ദ്രഷ്ടും കഥം ശക്യ, ഞാൻ ജീവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവരെ പോയി എങ്ങനെയാ കാണുക? എങ്ങനെ എനിക്ക് ഉചിതമാകും? അപ്പൊ അവരെ കാണാൻ എന്ത് മുഖത്തോടുകൂടി ഞാൻ പോകും? അതുകൊണ്ട് തന്നെ ആത്മഹത്യ തന്നെയാണ് ഉത്തമം. മയാ ഖലു തദേ വേദം രോഷദോഷാത് പ്രദർശിതം പ്രതിദം ത്രിഷു ലോകേഷു കപിത്വം അനവസ്ഥിതം. ത്രിഷു ലോകേഷു തത് പ്രതിദം കപിത്വം അനവസ്ഥിതം ഇതമേവ മയാ രോഷദോഷാത് പ്രദർശിതം ഖലു. സ്വയം പറയാണ്, ലോകപ്രശസ്തമായിട്ടുള്ള വാനര സ്വഭാവം ഞാനിവിടെ കാണിച്ചു. അതാണ് ത്രിഷു ലോകേഷു തത് പ്രതിദം കപിത്വം. 3 ലോകങ്ങളിലും പ്രശസ്തമായിട്ടുള്ളതാണ് കുരങ്ങന്മാരുടെ സ്വഭാവം. അനവസ്ഥിതം. അനവസ്ഥിതം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയുമില്ലാത്തത്, ചാപല്യം, ഒരു വകതിരിവുമില്ലാതെ ചാപല്യം കാണിക്കുക എന്നുള്ളത് വാനര സ്വഭാവം. അത് ഇതമേവ, അത് തന്നെ മയാ രോഷദോഷാത് പ്രദർശിതം ഖലു. രോഷം എന്നുള്ള ദോഷം കൊണ്ട് ഞാനിപ്പോൾ കാണിച്ചുവല്ലോ, ഞാൻ പ്രത്യക്ഷമാക്കി വാനര സ്വഭാവം. അത് എന്താ പറയുക, ലോക പ്രശസ്തമായിട്ടുള്ള ആ പഴഞ്ചൊല്ലിനെ ശരിയാക്കി ഞാൻ. പ്രൂവ്ഡ് ഇറ്റ്. ധികസ്തു രാജസം ഭാവം അനീശമനവസ്ഥിതം ഈശ്വരേണാപി യദ്രാഗാത് മയാ സീതാന രക്ഷിതാം. അനീശം അനവസ്ഥിതം രാജസം ഭാവം ദിഗസ്തു. അനീശം നിയന്ത്രിക്കാനാവാത്ത, അനവസ്ഥിതം രാജസംഭാവം ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് യാതൊരു സ്ഥിതിയുമില്ലാത്ത ആ രാജസ്വഭാവം, രജോ ഗുണസ്വഭാവം. ക്രോധവും കാമവും രജസിന്റെ സൃഷ്ടിയാണ്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. രജോ ഗുണത്തിന്റെ പ്രകടനമാണ് കാമക്രോധങ്ങൾ. അപ്പൊ ഈ രാജസംഭാവം ധികസ്തു ധികസ്തു, നിന്ദ്യം നിന്ദ്യം. അനീശം അനവസ്ഥിതം രാജസംഭാവം ധികസ്തു യത് ഈശ്വരേണ മയാപി രാഗാത് സീതാന രക്ഷിത. ഈശ്വരേണ മയ എന്ന് പറഞ്ഞാൽ ഈ കാര്യം സാധിക്കാൻ പ്രാപ്തനായിരുന്നിട്ട് പോലും, കഴിവുണ്ടായിട്ട് പോലും, സെഞ്ചുറി അടിക്കാൻ കഴിവുണ്ടായിട്ട് പോലും അമിതാവേശം കൊണ്ട് 0 അടിച്ച് ഔട്ടാവുന്ന സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഇത് ഈശ്വരേണ മയാ അപി. അപ്പൊ സാമർഥ്യമുള്ളവനായിട്ടും ഞാൻ രാഗാത്, രാഗം ഹേതുവായിട്ട്, രാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രോധം തന്നെയാണ്, ക്രോധ പാരവശ്യം രജോ ഗുണം തന്നെയാണ്. സീതാന രക്ഷിത, സീതയെ രക്ഷിച്ചില്ലല്ലോ. അവ കഴിവുണ്ടായിട്ടും ആ കഴിവിനെ പാഴാക്കി കളഞ്ഞു ഞാൻ. നമ്മളൊക്കെ പലരും ഇങ്ങനെയാണ്, കഴിവുണ്ടായിട്ടും ചിലപ്പോൾ ക്രോധം കൊണ്ട് കാര്യത്തെ കെടുത്തു കളയും. വിനഷ്ടായാം തു സീതായാം താവുബൗ വിനശിഷ്യതഃ തയോർ വിനാശേ സുഗ്രീവഃ സബന്ധുർ വിനശിഷ്യതി. വീണ്ടും ചിന്തിക്കുന്നു, സീതായാം വിനഷ്ടായാം തു, സീത നശിച്ചു പോയാലോ, തൗബൗ വിനശിഷ്യതഃ, അവർ രണ്ടുപേരും നശിച്ചു പോകും, രാമലക്ഷ്മണന്മാർ. തയോഹോ വിനാശേ, അവർ രണ്ടാളും നശിച്ചാലോ, സുഗ്രീവഃ സബന്ധുഹു വിനശിഷ്യതി, സുഗ്രീവനും ബന്ധുക്കളായിട്ടുള്ള വാനരന്മാരോടുകൂടി സ്വയം നശിച്ചു പോകും. ഏതദേവ വചശ്രുത്വാ ഭരതോ ഭ്രാതൃവത്സലഃ ധർമാത്മാ സഹ ശത്രുഘ്നഃ കഥം ശക്ഷ്യതി ജീവിതും. ഭ്രാതൃവത്സലഃ ധർമാത്മാ ഭരതഃ, സഹോദര സ്നേഹമുള്ളവനും ധർമാത്മാവുമായിട്ടുള്ള ഭരതൻ, സഹ ശത്രുഘ്നഃ, ശത്രുഘ്നനോടുകൂടിയ ഭരതൻ. ഏതദ് വചഃ ശ്രുത്വ, ഈ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ, രാമലക്ഷ്മണന്മാരും സീതയൊക്കെ നശിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ, ജീവിതം ഏവ കഥം ശക്ഷ്യതി, ജീവിച്ചിരിക്കുവാൻ എങ്ങനെ ശക്തനാവും?
അവനും മരിച്ചു പോകും. ഇക്ഷ്വാകുവംശേ ധർമ്മിഷ്ഠേ ഗതേ നാശം അസംശയം ഭവിഷ്യന്തി പ്രജാ സർവാഹ ശോകസന്താപപീഡിതാഃ. ധർമ്മിഷ്ഠേ ഇക്ഷ്വാകുവംശേ നാശം ഗതേ. ധർമ്മത്തിൽ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള ഇക്ഷ്വാകുവംശം നശിച്ചു പോയാൽ പ്രജാഹ സർവാഹ, ആ പ്രജകളെല്ലാവരും തന്നെ ശോകസന്താപപീഡിതാഃ ഭവിഷ്യന്തി അസംശയം, ശോകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെട്ടവരായി ഭവിക്കും, യാതൊരു സംശയവുമില്ല. തദഹം ഭാഗ്യരഹിതോ ലുപ്തധർമാർത്ഥ സംഗ്രഹ രോഷദോഷപരീതാത്മാ വ്യക്തം ലോകവിനാശനഃ. തത് അതുകൊണ്ട്, അഹം ഞാൻ, രോഷദോഷപരീതാത്മാ കോപമാകുന്ന ദോഷം കൊണ്ട് വശപ്പെട്ടവനായിട്ട്, ഭാഗ്യരഹിത ഭാഗ്യഹീനനായിട്ട്, ലുപ്തധർമാർത്ഥ സംഗ്രഹ ധർമാർത്ഥങ്ങളാകുന്ന ഗുണങ്ങളൊക്കെ നശിച്ചവനായിട്ട്, ലോകവിനാശന വ്യക്തം ലോകത്തിന് തന്നെ നാശകാരണനായി തീർന്നല്ലോ. കഷ്ടം കഷ്ടം, സംശയമില്ല. അപ്പം ഞാൻ കാരണം ലോകം തന്നെ നശിക്കാൻ പോവുകയാണ് എൻ്റെ ഒരു അവിവേകം കൊണ്ട്. നമ്മൾക്കും ക്രോധം വരുമ്പോൾ എങ്ങനെയൊക്കെ നേരത്തെ തന്നെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ അല്ലേ? ഓരോരുത്തരുടെ ക്രോധം കൊണ്ടാണ് ഈ ലോകത്ത് പല നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്രോധം വരുന്നതിന് മുമ്പേ തന്നെ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാലോ. ഇത് ചിന്തയതസ്തസ്യ നിമിത്താനി ഉപപേദിരേ പൂർവമപി ഉപലബ്ധാനി സാക്ഷാത് പുനരചിന്തയത്. ഇത് ചിന്തയതഃ തസ്യ, ഇങ്ങനെ ചിന്തിക്കുന്നവനായ അവന്, ആ ഹനുമാന്, പൂർവമപി ഉപലബ്ധാനി നിമിത്താനി ഉപപേദിരേ, മുമ്പും അനുഭവിച്ചതായിട്ടുള്ള പല നിമിത്തങ്ങൾ അദ്ദേഹത്തിന് സംഗതികളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണെന്ന് തോന്നി. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രാപിച്ചു. അപ്പോൾ മറ്റു പല കാര്യങ്ങളും കൂടി കൂട്ടി ചേർത്ത് വായിക്കാൻ തീരുമാനിച്ചു. മുമ്പുണ്ടായിട്ടുള്ള ശുഭലക്ഷണങ്ങളെക്കുറിച്ച് ആലോചിച്ചു. പുനഃ സാക്ഷാത് അചിന്തയത്, പിന്നെയും ഒരിക്കൽ കൂടെ നന്നായിട്ട് പ്രത്യക്ഷമായി പര്യാലോചന ചെയ്തു. ഇതുവരെ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ചിന്തിക്കുമ്പോൾ സീത നശിക്കാൻ വഴിയില്ല എന്നുള്ള പോസിറ്റീവ് ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ കൂട്ടിക്കഴിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അഥവാ ചാരു സർവാംഗീ രക്ഷിതാ സ്വേന തേജസ ന നശിഷ്യതി കല്യാണി നാഗ്നിരഗ്നൗ പ്രവർത്തതേ. പോസിറ്റീവ് ചിന്ത. അഥവാ, അല്ല ഇങ്ങനെ ആയാലോ അല്ലേ, അഥവാ ഇനി ഇങ്ങനെയാണെങ്കിലോ, എങ്ങനെ? ചാരു സർവാംഗീ കല്യാണി, മനോഹരമായ സർവാംഗ സുന്ദരിയായിട്ടുള്ള ആ കല്യാണി, മംഗളകർമ്മം ചെയ്യുന്നവളായ സീത, സ്വേന തേജസ, സ്വന്തം തേജസ് കൊണ്ട് രക്ഷിത, രക്ഷിക്കപ്പെട്ടവളായി, ന നശിഷ്യതി, അവള് നാശത്തെ പ്രാപിക്കുകയില്ല. അഗ്നി അഗ്നൗ ന പ്രവർത്തതേ, അഗ്നി അഗ്നിയിൽ പ്രവർത്തിക്കുകയില്ലല്ലോ. അപ്പോൾ ചാരിത്രവതിയായ സീത ഒരു അഗ്നിയാണ്. ആ അഗ്നിയെ ദഹിപ്പിക്കാൻ മറ്റൊരു അഗ്നിക്ക് സാധിക്കില്ല. അതുകൊണ്ട് സീതയുടെ തേജസ് സ്വയം രക്ഷിച്ചിട്ടുണ്ടാവും, സംശയമില്ല. നഹി ധർമാത്മനസ്തസ്യ ഭാര്യാം അമിത തേജസഃ സ്വചാരിത്രാഭിഗുപ്താം താം സ്പൃഷ്ടുമർഹതി പാവകഃ. വീണ്ടും നല്ല ചിന്ത. ധർമാത്മനഃ അമിത തേജസഃ തസ്യ ഹി ഭാര്യാം, ധർമാത്മാവും അമിത തേജസ്വിയുമായ രാമന്റെ ഭാര്യയെ, സ്വചാരിത്രാഭിഗുപ്താം താം, സ്വന്തം ചാരിത്രം കൊണ്ട് രക്ഷിക്കപ്പെടുന്ന അവളെ, ചാരിത്രം തന്നെയാണ് സീതയുടെ കവചം, അതിനെ പാവകഃ സ്പൃഷ്ടും നാർഹതി, അഗ്നിക്ക് തൊടാൻ പറ്റില്ല. ചാരിത്രമാകുന്ന കവചം ധരിച്ചവളാണ് സീത. അങ്ങനെയുള്ള പതിവ്രതയെ തൊടാൻ അഗ്നിക്ക് സാധിക്കില്ല. നൂനം രാമപ്രഭാവേന വൈദേഹ്യാഃ സുഹൃതേന ച യന്മാം ദഹനകർമായം നാദഹത് ഹവ്യവാഹനഃ. ഇത് ദഹനകർമായം ഹവ്യവാഹനഃ, ദഹിപ്പിക്കുക എന്നുള്ള സ്വഭാവവൃത്തിയായിട്ടുള്ള ഈ അഗ്നി, ഹവ്യവാഹനൻ, രാമപ്രഭാവേന, ശ്രീരാമന്റെ മഹിമ കൊണ്ടും, വൈദേഹ്യാഃ സുഹൃതേന ച, വൈദേഹിയുടെ സുഹൃതം കൊണ്ടും, പാതിവ്രത്യത്താലും, മാം നൂനം നാൻ അദഹത്, എന്നെയും ഇപ്പൊ ദഹിപ്പിച്ചില്ലല്ലോ. സ്വയം ചിന്തിച്ചു.
എൻ്റെ വാല് ചുട്ടിട്ടില്ലല്ലോ ഇത്ര നേരം. അതെൻ്റെ കഴിവല്ല, അത് രാമൻ്റെ അനുഗ്രഹം കൊണ്ടും സീതാദേവിയുടെ പ്രാർത്ഥന കൊണ്ടും തന്നെയാണ്. ചരിത്രവതിയായ സീതയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വാല് ഇത്ര നേരം പൊള്ളിയിട്ടില്ല. അപ്പൊ എനിക്ക് പൊള്ളിയിട്ടില്ലെങ്കിൽ പിന്നെ സീതാദേവിയെ പൊള്ളിക്കുമോ അഗ്നി? ഒരിക്കലുമില്ല. ത്രയാണാം ഭരതാദീനാം ഭ്രാതॄണാം ദേവതാചയാം രാമസ്യ ച മനഃകാന്ത സാ കഥം വിനശിഷ്യതി. ചിന്തിക്കാൻ തുടങ്ങി. രാമസ്യ മനഃകാന്ത, ശ്രീരാമന്റെ മനസ്സിനെ ആകർഷിക്കുന്നവളായിട്ടുള്ളവൾ. ഭരതാദീനാം ഭ്രാതॄണാം ത്രയാണാം ച ദേവതാച, ഭരതാദി 3 സഹോദരന്മാർക്കും ദേവതയ്ക്ക് തുല്യമായിരിക്കുന്നവൾ, പരദേവതയെപ്പോലെ ഇരിക്കുന്നവളാണ് സീത. അങ്ങനെയുള്ള യാസാ കഥം വിനശിഷ്യതി. ഏതൊരു സീത അങ്ങനെ സ്വയം നശിക്കുമോ? ഒരിക്കലും നശിക്കുകയില്ല. യദ്വാ ദഹനകർമായം സർവത്ര പ്രഭുരവ്യയഃ നമേ ദഹതി ലാംഗൂലം കഥമാര്യാം പ്രദക്ഷ്യതി. യദ്വാ സർവത്ര അവ്യയഃ പ്രഭുഃ ദഹനകർമ്മ അയം. അല്ലെങ്കിൽ ഈ അഗ്നിയുടെ സ്വഭാവം എന്താണ്? സർവത്ര അവ്യയഃ പ്രഭു, ഒരിടത്തും കുറവില്ലാത്തവനും പ്രഭുവുമായിട്ടുള്ള ദഹനകർമാവായ ഈ അഗ്നി മേലാങ്കൂലം ന ദഹതി. എൻ്റെ വാലിനെ മാത്രം ദഹിപ്പിച്ചില്ലല്ലോ, എൻ്റെ വാല് ചുട്ടില്ലല്ലോ, എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്ന ആളല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വാലിനെ ദഹിപ്പിച്ചില്ല? അപ്പൊ അങ്ങനെയുള്ള അഗ്നി ഭഗവാൻ കഥം ആര്യാം പ്രദക്ഷ്യതി, എങ്ങനെയാ പതിവ്രത ശിരോമണിയായ ദേവിയെ ദഹിപ്പിക്കും? ഒരിക്കലുമില്ല. പുനശ്ചാചിന്തയത്തത്ര ഹനുമാൻ വിസ്മിതസ്തജാ ഹിരണ്യനാഭസ്യ ഗിരേഃ ജലമധ്യേ പ്രദർശനം. വീണ്ടും ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. പുനഃ ച ഹനുമാൻ വീണ്ടും ചിന്തിക്കണം. എന്താണ്? ജലമധ്യേ ഹിരണ്യനാഭസ്യ ഗിരേഃ പ്രദർശനം അചിന്തയത്. താൻ വരുന്ന വഴിയിൽ സമുദ്രമധ്യത്തിൽ മൈനാക പർവ്വതം, ഹിരണ്യനാഭൻ എന്ന് പേരുള്ള പർവ്വതമാണല്ലോ മൈനാകം, അതിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ചിന്തിച്ചു. അല്ല, ഞാൻ വരുമ്പോൾ എനിക്ക് വഴിയിൽ എന്തെല്ലാം നന്മകളാണുണ്ടായത്. അപ്പോൾ തഥാ തത്ര വിസ്മിത, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴും വിസ്മയിച്ചു. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ടാണ് ഇത്രയും നേരം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിരാശനാവേണ്ട ആവശ്യമില്ല, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കട്ടെ. മൈനാക പർവ്വതം പോലും പൊങ്ങി വന്ന് എനിക്ക് സൽക്കാരം ചെയ്തില്ലേ. തപസാ സത്യവാക്യേന അനന്യത്വാച്ച ഭർത്തരി അഭിസാ നിർദഹേദഗ്നിം നതാമഗ്നി പ്രദക്ഷ്യതി. സാ തപസാ സത്യവാക്യേന ഭർത്തരി അനന്യത്വാച്ച അഗ്നിമപി നിർദഹേത്. സാ, ആ സീത തപസ്സുകൊണ്ട്, അവളുടെ ചാരിത്രം കൊണ്ടും സത്യവാക്യേന സത്യം കൊണ്ടും ഭർത്തരി അനന്യത്വാദിച്ച് ഭർത്താവിനോടുള്ള അനന്യഭാവം കൊണ്ടും, വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാതെ നിരന്തരം ഭർത്താവിനെ തന്നെ ചിന്തിക്കുന്നവളായതുകൊണ്ടും അഗ്നിമപി നിർദഹേത്, അവൾക്ക് വേണമെങ്കിൽ അഗ്നിയെ ദഹിപ്പിക്കാം, അവൾക്ക് അഗ്നിയെ ദഹിപ്പിക്കാം. പക്ഷെ താം അഗ്നിഹി ന പ്രദക്ഷ്യതി, അവളെ അഗ്നി ഒരിക്കലും ദഹിപ്പിക്കുകയില്ല. അഗ്നിയെ ദഹിപ്പിക്കാൻ ശക്തിയുള്ളവളാണ് ദേവി. സതതാ ചിന്തയൻ തത്ര ദേവ്യാ ധർമ്മ പരിഗ്രഹം സുസ്രാവ ഹനുമാൻ വാക്യം ചാരണാനാം മഹാത്മനാം. ആ ഹനുമാൻ സഹ ഹനുമാൻ ദേവ്യാഹ ധർമ്മപരിഗ്രഹം തഥാ ചിന്തയൻ, ആ ദേവിയുടെ ധർമ്മപ്രഭാവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തത്ര മഹാത്മനാം ചാരണാനാം വാക്യം സുസ്രാവ, ആ വിഷയത്തെക്കുറിച്ച് തത്ര മഹാത്മനാം ചാരണാനാം, ചാരണന്മാര് സിദ്ധചാരണ വിദ്യാധരന്മാർ, ആകാശചാരികൾ, ആ മഹാത്മാക്കളായ സ്തുതിപാഠകന്മാരായ ചാരണന്മാരുടെ വാക്യം സുസ്രാവ, അവരുടെ വാക്യം കേട്ടു. അശരീരി പോലെ ആകാശത്തുനിന്ന് ഈ ചാരണന്മാരുടെ വാക്യം കേട്ടു. അതും ഹനുമാൻ സ്വാമിക്ക് പ്രത്യാശ നൽകി. എന്താ പറയണത് അവര് ചാരണന്മാര്? അഹോ ഖലു കൃതം കർമ്മ ദുഷ്കരം ഹി ഹനുമത അഗ്നിം വിസൃജതാഭീക്ഷ്ണം ഭീമം രാക്ഷസവേശ്മനി. അവരാദ്യം ഹനുമാനെ പുകഴ്ത്തുകയാണ്. അഹോഹി, ആശ്ചര്യം ആശ്ചര്യം, രാക്ഷസവേശ്മനി അഗ്നിം ഭീമം അഭീക്ഷ്ണം വിസൃജത ഹനുമത.
ആ രാക്ഷസന്മാരുടെ വാസസ്ഥലത്തിൽ ഭയങ്കരമായ രീതിയിൽ അഗ്നിയെ പരത്തിയവനായ ഹനുമാനാൽ ഖലു ദുഷ്കരം കർമ്മകൃതം, നിശ്ചയമായും ആർക്കും ചെയ്യാൻ പറ്റാത്ത ദുഷ്കരമായ കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കേമമായിട്ടുള്ള കർമ്മമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പ്രപലായിത രക്ഷസ്ത്രീ ബാലവൃദ്ധ സമാകുല ജനകോലാഹലാദ്മാതാ ക്രന്ദന്തീവാദ്രികന്ധരെ ദഗ്ധേയം നഗരീലങ്ക സാട്ടപ്രാകാരതോരണ ജാനകീന ച ദഗ്ധേതി വിസ്മയോത്ഭുതയേവനഃ. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? യം ലങ്കാനഗരി, ഈ ലങ്കാനഗരം മുഴുവൻ സാട്ടപ്രാകാരതോരണ, അതിലെ എന്താ പറയുക, മാടങ്ങളും മാളികകളും മതിലുകളും ഗോപുരങ്ങളും ഒക്കെ അടക്കം അദ്രികന്ധരേ ക്രന്ദന്തീവ പ്രബലായുധ രക്ഷസ്ത്രീ ബാലവൃദ്ധ സമാകുല ജനകോലാഹലാദ്മാതാ ദഗ്ധ. പർവ്വത ഗുഹാന്തരത്തിൽ നിന്ന് ജന്തുക്കൾ നിലവിളിക്കും പോലെ ഇതിൻ്റെയൊക്കെ ഈ മാളികകളുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് രാക്ഷസ സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരുടെയും നിലവിളികൾ, ജനങ്ങളുടെ കോലാഹല ശബ്ദം മുഴങ്ങിയതായിട്ട് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പ്രാണനം കൊണ്ട് പായുന്ന രീതിയിൽ എല്ലാം ദഹിപ്പിച്ചു. അങ്ങനെ ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ചിട്ടും ജാനകീയേവന ദഗ്ധ ഇതിനഹ അത്ഭുത വിസ്മയ. ചാരണന്മാർ പറയാണ്, ആ ജാനകിക്ക് മാത്രം ഒരു കോട്ടവും ഇല്ലാതിരിക്കുന്നു, അവൾ മാത്രം ദഹിച്ചില്ല എന്നുള്ളത് നമുക്ക് അപൂർവമായിട്ടുള്ളൊരു ആശ്ചര്യം തന്നെ, ഒരു അത്ഭുതം തന്നെ. അതാണ് നമുക്ക് ആശ്ചര്യം എന്നിങ്ങനെ ആ ചാരണന്മാർ പറയുകയാണ്. സനിമിത്തൈശ്ച ദൃഷ്ടാർത്ഥൈഃ കാരണൈശ്ച മഹാഗുണൈഃ ഋഷിവാക്യൈശ്ച ഹനുമാൻ അഭവത് പ്രീതമാനസഃ. സഹ ഹനുമാൻ, ഇങ്ങനെ ആ ഹനുമാൻ ദൃഷ്ടാർത്ഥൈഃ, തൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകളെ കൊണ്ടും താൻ അനുമാനിച്ചതും, നിമിത്തൈഃ, പല നിമിത്തങ്ങൾ കാരണങ്ങളെ കൊണ്ടും, മഹാഗുണൈഃ കാരണൈഃ, തനിക്ക് ഇതുവരെ ഉണ്ടായ അനുകൂല സാഹചര്യങ്ങൾ മഹാഗുണങ്ങളായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചും, ഋഷിവാക്യൈഃ, ഇവിടെ ഋഷിവാക്യം ചാരണന്മാരുടെ വാക്കുകളാലും, പ്രീതമാനസഃ അഭവത്, പ്രീതമാനസനായി ഭവിച്ചു. തതക്കഭിപ്രാപ്ത മനോരഥാർത്ഥഃ താം അക്ഷതാം രാജസുതാം വിദിത്വാ പ്രത്യക്ഷതസ്താം പുനരേവ ദൃഷ്ട്വാ പ്രതിപ്രയാണായ മതിം ചകാര. തതഃ കപിഃ താം രാജസുതാം അക്ഷതാം വിദിത്വാ. ചാരണന്മാരുടെ വാക്കിൽ നിന്ന് വാനരനായിട്ടുള്ള ഹനുമാൻ സ്വാമി താം രാജസുതാം അക്ഷതാം വിദിത്വാ, ആ രാജപുത്രി നശിക്കാത്തതായി അപായത്തിൽപ്പെടാത്തവളായിട്ട് അറിഞ്ഞു. എങ്കിലും പുനഃ താം, വീണ്ടും അവളെ ഒരിക്കൽ കൂടെ കാണുവാൻ, പ്രത്യക്ഷതഃ ഏവ ദൃഷ്ട്വാ, കണ്ണിൻ്റെ നേരെ കണ്ട് തൃപ്തിപ്പെടുവാനായിട്ട്, പ്രാപ്ത മനോരഥാർത്ഥഃ, മനോരഥ ഫലം സിദ്ധിച്ചവനായിട്ട്, പ്രതിപ്രയാണായ മതിം ചകാര, മടങ്ങിപ്പോകേണ്ടതാണെന്ന് നിശ്ചയിച്ചു. അപ്പൊ സീതാദേവിയെ ഒന്നുകൂടെ നേരിൽ കണ്ടിട്ട് വേണം, ഉറപ്പാക്കിയിട്ട് വേണം മടങ്ങിപ്പോകാൻ എന്ന് നിശ്ചയം ചെയ്തു എന്നർത്ഥം. വെറുതെ അങ്ങോട്ട് ഉടനെ കുതിച്ചു പായിയല്ല. ചാരണന്മാർ പറഞ്ഞു, ഓ ശരി, സീത നശിച്ചിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി പോകേണ്ടി വരും. നേരെ മറിച്ച് നേരിൽ ചെന്ന് കണ്ട് ഉറപ്പാക്കിയിട്ട് സീതാദേവിയുടെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട്, സീതാദേവിയെ ഒന്നുകൂടെ ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു പോകാനായിക്കൊണ്ട് ആഞ്ജനേയസ്വാമി നിശ്ചയിച്ചു. മതിം ചകാര, മതിയെ ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാത്മീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ പഞ്ചപഞ്ചാശ സർഗഃ. ഇങ്ങനെ 55 സർഗം പൂർണ്ണം. പിന്നെ അടുത്തത് സീതാദർശനം ഒന്നുകൂടെ ചെയ്ത് സീതയെ ഒന്നുകൂടെ ആശ്വസിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ച് കുതിച്ച് ചാടുകയാണ് സമുദ്രത്തിൻ്റെ മുകളിലൂടെ. അതാണ് അടുത്ത സർഗത്തിലെ വിഷയം. നാളെ തുടരാം. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പജാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണവരദ ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. നാളെ 4:30 തന്നെ തുടങ്ങാം. ഹരി ഓം. ഇന്നത്തെ സൗന്ദര്യലഹരി സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് തുടങ്ങാൻ വൈകിയത്. നാളെ യഥാസമയം തുടങ്ങാം. ഹരി ഓം.